ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് വിഷൻ ബോർഡൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങനെ വിഷൻസൊക്കെ ഒരു പ്ലാനറിൽ എഴുതി വെക്കാമെന്നല്ലാണ്ട് ഇതുപോലെ ഒരു വിഷൻ ബോർഡായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ഫോട്ടോസും അതുപോലെ കാർഡ്സും ഒക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഞാൻ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ബോർഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് കളക്ട് ചെയ്യാനും അത് പ്രിൻ്റ് എടുക്കാനും ഒക്കെ. പിന്നെ ഞാനിത് വിഷൻ ബോർഡ് ചെയ്യണം എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പനി പിടിച്ച് ഒരു 2 വീക്സോളം അങ്ങോട്ട് പോയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതും വിഷൻ ബോർഡ് ഉണ്ടാക്കിയതും ഒക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിന് വേണ്ട ഒരു മെറ്റീരിയൽസും എൻ്റെ കയ്യിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ചാർട്ട് പേപ്പർ ആയിരുന്നു. അത് ഞാനിങ്ങനെ എടുത്ത് വെച്ച് അതിൻ്റെ കളർ ഫെയ്ഡ് അയച്ചാണ് ഈ ഒരു ഷെയ്ഡിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് പുറത്ത് പോയി പ്രിൻ്റ് എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇക്കൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് നമ്മുടെ A4 പേപ്പറിൽ പ്രിൻ്റ് എടുപ്പിച്ചതാണ്, കളർ പ്രിൻ്റ് എടുപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. എന്നാലും വേണ്ടിയില്ല, എൻ്റെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ചാർട്ട് പേപ്പറും ഒക്കെ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. സ്റ്റിക്കേഴ്സൊക്കെ ഒരുപാട് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിൽ ആ ഒരു റൂമിലെ വാളിൽ വേണം, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ഒരു വിഷൻ ബോർഡ് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡെയിലി പഠിക്കാനിരിക്കുന്ന സമയത്തായാലും വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്തായാലും ഈ ഒരു വിഷൻ ബോർഡ് കാണുമ്പോൾ ഇത്രയും വിഷൻസ് എനിക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഒരു ഗോൾസിൽ പെട്ടതാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ വരും. ആ ഒരു സെൽഫ് മോട്ടിവേഷനാണ് ഇതിന് മെയിനായിട്ട് ലക്ഷ്യമിടുന്നത്. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ പഠിക്കാനിരിക്കുന്ന ഒരു റൂമിൽ ആ റൂമിലും ബെഡും അതുപോലെ വാർഡ്രോബും ഒന്നും ഇല്ലായിരുന്നു. ഒരു പ്ലെയിൻ റൂമായിരുന്നു. ഒരു ചെറിയൊരു ടേബിളും ഒരു ചെയറും മാത്രമുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ വാളിലൊക്കെ നിറയെ ഇതുപോലെ പോസിറ്റീവ് കോട്ട്സ് സ്റ്റിക്ക് ചെയ്യുക. അന്നൊന്നും പിന്നെ എൻ്റെ കയ്യിൽ പ്രിൻ്റ് എടുക്കാനുള്ള വകുപ്പില്ലയോ. അപ്പോൾ പ്രിൻ്റ് എടുക്കലോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് A4ൽ ഇപ്പോൾ അന്നേ എനിക്ക് പഠിക്കുന്ന ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് A4ൻ്റെ ബണ്ടിൽ ഒന്നായിട്ട് മേടിച്ച് തരികയും, അപ്പോൾ അതിൽ നിന്ന് A4 എടുത്തിട്ട് A4ൽ ഇങ്ങനെ ഞാൻ തന്നെ കളർ പെന്നും സ്കെച്ച് പെൻസും ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതി വെക്കും. എന്നിട്ട് അതിങ്ങനെ വാളിൽ സ്റ്റിക്ക് ചെയ്യും. അതിൽ എൻ്റെ ഗോൾസ്, അതുപോലെ എനിക്ക് ഒരു ഡേ ചെയ്യേണ്ട ടൈം ടേബിൾ, ഞാൻ അന്ന് ടൈം ടേബിൾ ചെയ്തിരുന്നൊരു വേ ഉണ്ട്. അത് ഞാൻ ഇതുവരെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ ടൈം ടേബിൾ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിൽ ചെയ്യാം. അത് ഞാൻ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചാർട്ട് പേപ്പർ ഇങ്ങനെ സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ഞാനത് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അതുപോലെ ഇങ്ങനെ പ്ലാനിങ്ങും അതുപോലെ എൻ്റെ ഗോൾസും ഒക്കെ മൊത്തത്തിലിങ്ങനെ ഇവിടെ പഠിക്കാനിരിക്കുന്ന ആ ഒരു വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തിട്ടായിരുന്നു ഞാൻ അന്നേ പഠിക്കാനിരിക്കൽ. അത് എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തണം, ഒരു ജോബ് നേടണം, അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാബിറ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സെൽഫ് മോട്ടിവേഷനൊക്കെ അതിൽ നിന്ന് കിട്ടലുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഈ ഒരു ഐഡിയാസൊക്കെ, ഈ ഒരു വാളിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഐഡിയാസൊക്കെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് +2ൽ ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നത് ഒരു കൊമേഴ്സ് അക്കാഡമി പറഞ്ഞിട്ടുള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ. അവിടെ എനിക്കുണ്ടായിരുന്ന റെനീഷ് സാറ് അത്രയും മോട്ടിവേറ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും, അതുപോലെ ഒരു മന്ത്ലി ഒരു 1 or 2 മോട്ടിവേഷൻ ക്ലാസ്സസ് മസ്റ്റായിട്ടും അവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സാറ് കണ്ടക്ട് ചെയ്യും. അത് സാറ് കണ്ടക്ട് ചെയ്യുന്നതായാലും ഇനി വേറെ ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് തരായാലും പല രീതിയിലായിട്ടും നമുക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പഠിക്കണം പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്തണം, ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയുള്ളൊരു തോട്ട് മൈൻഡിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും സാർ തന്നെയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്, 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വിഷൻ ബോർഡ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ന്യൂ ഇയർ അല്ല. ഇതിന് നമ്മൾ ഈ ഒരു കാര്യം എന്നല്ല, എന്തൊരു കാര്യം ചെയ്യാനും എക്സാക്റ്റ് ടൈം എന്ന് പറയുന്നത് നൗ, ഇപ്പോഴാണ്. കാരണം നമ്മൾ എന്തും
ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് മുതൽ തുടങ്ങും എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് മന്ത് അങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാളെ നാളെ നീളെ നീളെ. അതുപോലെ ഞാൻ നാളെ മുതൽ നന്നാവും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നന്നാവും, അടുത്ത മാസം മുതൽ നന്നാവും. അതൊക്കെ വെറും നമ്മുടെ തോട്ട് മാത്രമാണ്. കാരണം അതൊന്നും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. എന്തൊരു കാര്യം ചെയ്യാനായാലും, ഒരു ചെറിയ കാര്യമായാലും ഒരു വലിയ കാര്യമായാലും എന്തും ചെയ്യാൻ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ, നൗ. അതാണ് എക്സാക്റ്റ് ടൈം. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒന്നും നടത്തല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് തോന്നി. എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഞാനിതൊരു 2025 ഈ ഒരു ടൈമിലാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം, ഒരു തോട്ട് വന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ന്യൂ ഇയറിന് മുന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അതിനൊരിക്കലും ഈ പുതിയ ഇയർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതും പഠിക്കുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് മന്ത് വരെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുക. നമുക്ക് ആ ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് നമ്മളിതിനെ തിരിച്ചറിയുന്നത്. ഇങ്ങനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കാം, ഇതൊരു നല്ല ഐഡിയ ആണ്. ബാക്കി 5-6 മാസം നമ്മളെ മുന്നിൽ കിടക്കുകയാണ്. ആ ഒരു 6 മാസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അല്ലാണ്ട് നമ്മളൊരു ന്യൂ ഇയർ തന്നെ വരണം എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിത് കുറച്ച് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ അതിങ്ങനെ ഈ ഒരു പനിയും സംഭവമൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോയി എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ നടത്തിയെന്ന് തോന്നുന്നു ഞാൻ. അപ്പോൾ അത് ബോറടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി, അത് സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. പിന്നെ ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും അതിൽ ഈ ഒരു വിഷൻ ബോർഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ വിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, അത് നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് ആയിരിക്കാം, ലോങ് ടേം ഗോൾസ് ആയിരിക്കാം. ഞാൻ ഈ ഒരു വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇയറിൽ ഫുൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പെങ്കിലും എടുത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വിഷൻ ബോർഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു 2025 ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു വിഷൻ ബോർഡിൽ നമുക്ക് എന്തും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമുക്ക് അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്ന ഗോൾസ്, അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്, അതുപോലെ നമ്മൾ പേടി കാരണം മാറ്റി വെച്ചിട്ടുള്ള ചില സംഭവങ്ങളുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാനതുപോലെ പേടി കാരണം മാറ്റി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ആ ഒരു 2025 ഫസ്റ്റ് 2ൻ്റെ താഴെ കാണുന്ന ഒരു ചെവി കണ്ടോ. അതിലെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു സെക്കൻഡ് സ്റ്റഡ് കുത്തുമല്ലോ നമ്മൾ കാതിൽ. സെക്കൻഡ് സ്റ്റഡ് കുത്താൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ വേദനിക്കോ. ഞാൻ ഒരു കമ്മൽ അത് ചെറുപ്പത്തിൽ അറിവ് വെക്കുന്നതിൻ്റെ മുന്നേ പാരൻസ് ചെയ്തിട്ടുണ്ട്, കുത്തിയിട്ടുണ്ട്. അപ്പം ഈ സെക്കൻഡ് സ്റ്റഡ് കുത്തുകയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എൻ്റെ ഇക്കൻ്റെ സിസ്റ്റർ കുത്തിയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ അങ്ങനെ കുത്തിയത് കണ്ടപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ചെയ്ത് നോക്ക്, കുത്തി നോക്ക്, ഭയങ്കര ഭംഗിയുണ്ടാവും, എനിക്ക് നല്ല ചേരും, ഇങ്ങനെ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തിയാൽ എൻ്റെ ഫേസിന് ചേരും എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ഷോള് റോൾ ചെയ്യുമ്പോൾ ആരും കാണാനൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴും എനിക്കൊരു പേടി മൈൻഡിൽ, ഇങ്ങനെ വേദനിക്കുമോ അങ്ങനെ ആ ഒരു പേടി കൊണ്ട് ഞാൻ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ പേടി കാരണം മാറ്റി വെച്ചതായതുകൊണ്ട് അതൊരു ചാലഞ്ചാക്കി ഏറ്റെടുത്തിട്ട് ആ ഒരു പേടി മാറ്റി അതൊന്ന് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഈ വിഷൻ ബോർഡിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാനൊരു വർഷം പ്രീ സ്കൂളിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെൻറ്റർ മീൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്ന് ഒരു വർഷമായിട്ട് ഞാൻ വിട്ട് നിൽക്കുകയാണ്. ഒരു വർഷമല്ല, ഇത് കഴിഞ്ഞൊരു 6 to 7 months ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നെക്സ്റ്റ് ജൂൺ ആകുമ്പോഴത്തേന് ഇൻഷാ അള്ളാ ഒരു ജോലിയിൽ തിരിച്ച് കയറണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു ഗോളായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ്, ഒരു ബോഹോ തീമിലൊക്കെ ഉള്ള ഒരു വർക്ക് സ്പേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മക്കൾക്ക് ഒരു വൈറ്റ് തീമിൽ ഒരു സ്റ്റഡി ടേബിൾ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പഠിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മാക്രമേ ആർട്ട്. മാക്രമേ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രമേ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഡെക്കോർ പീസൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്ത് നോക്കാനൊക്കെ. അപ്പോൾ അതിൻ്റെ ബേസിക് സ്റ്റിച്ചസൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ സെക്കൻഡ് വണ്ണാണ് നമ്മുടെ എംബ്രോയ്ഡറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറിങ്ങിൻ്റെ ബേസിക് സ്റ്റിച്ചസൊക്കെ എനിക്കറിയാം, പക്ഷേ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അത് രണ്ടും ഒന്ന് പഠിച്ചെടുക്കണം. എനിക്ക് ഇങ്ങനെ കൂടുതൽ സംഭവങ്ങൾ പഠിക്കാൻ ഇഷ്ടം കേട്ടോ. ഞാനിതുപോലെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു നമ്മളെ റെസിൻ ആർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സംഭവങ്ങളൊക്കെ പഠിച്ചു. അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഒരു തലവും പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഒരുവിധം ബേസിക് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. റെസിൻ ആർട്ട് അത്യാവശ്യം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു കോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കീഴിൽ അങ്ങനെ പഠിക്കാറില്ല.
ഞാനെല്ലാം ഒന്നുകിൽ യൂട്യൂബിൻ്റെ അതുപോലെ എന്തെങ്കിലും ഇതുപോലത്തെ ഫ്രീ ആയിട്ടുള്ള നമുക്കുള്ള ട്യൂട്ടോറിയൽസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയേ ഞാൻ പഠിക്കാറുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു പെയ്ഡായിട്ടൊരു കോഴ്സ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അള്ളാ നടക്കട്ടെ. പിന്നെ ഇതുപോലെ കുറച്ച് കോഡ്സും ഒക്കെ സംഭവങ്ങളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും എല്ലാം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷൻ ബോർഡ് ഒന്ന് കളർഫുള്ളായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കണം, നിറഞ്ഞു നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ചധികം സ്റ്റിക്കേഴ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് മൊത്തം എൻ്റെ കയ്യിൽ ഞാൻ പ്രിൻ്റ് എടുത്ത സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ച് സ്പേസ് ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ കുറച്ച് ഇങ്ങനെ പോസിറ്റീവ് വേർഡ്സ് ഉള്ള സ്റ്റിക്കേഴ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ടും സ്പേസ് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഗോൾസിന് പുറമെ കുറച്ച് പോസിറ്റീവ് കോട്ട്സ് എനിക്ക് സ്വയം തോന്നിയിട്ടുള്ള കുറച്ച് കോട്ട്സ് ഇത് ഞാൻ തന്നെ ക്യാൻവയിൽ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് അങ്ങനെ കോട്ടായിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതല്ല. ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ഞാൻ അധികവും പിൻട്രസ്റ്റിൽ നിന്ന് ഒരു 99% പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് പകൽ സമയത്താണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ലോണം ഉണ്ട്. കാരണം വെക്കേഷനാണ്, മക്കളപ്പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സാണ്. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ എന്തെങ്കിലും ഹോബീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസം മീൻസ് അതിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് നന്നാവും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാനിതുവരെ ന്യൂ ഇയർ ആയി എന്ന പേരിൽ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്കിതുവരെ എന്താ പറയുക കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതൊരു കരയ്ക്കെത്തിക്കാൻ എനിക്കതുവരെ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുത്തതായിരുന്നു നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക. അതുപോലെ കുറച്ചങ്ങനെ 1-2 സംഭവങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഫെബ്രുവരി വരെയൊക്കെ ഞാൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ കണക്കായി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.